الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم كلوا من طيبات ما رزقناكم ولا تطغوا فيه فيحل عليكم غضبي ومن يحلل عليه غضبي فقد خضى. ഏറ്റവും സ്നേഹബഹുമാനമുള്ള വിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പരമാവധി ശ്രദ്ധിച്ച് അല്ലാഹുവിൽ തഖ്വയുള്ളവരായി തീരാൻ പരിശ്രമിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ, അങ്ങനെ സ്വർഗം നേടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹ സന്ദർഭങ്ങളിൽ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള തുടർച്ചയായ ചില സംസാരങ്ങളാണ് കഴിഞ്ഞ 2 ഖുതുബകളിൽ നമ്മൾ കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം എന്നോണം മനുഷ്യർക്ക്, പ്രത്യേകിച്ച് വിശ്വാസികളായ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനുള്ള ഏറ്റവും മഹത്തരമായ ഒരു പുരുഷന്റെ ജീവിതത്തിൽ നടക്കുന്ന, ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ നടക്കുന്ന, ഒരു കുടുംബത്തിൽ നടക്കുന്ന മംഗളമായ, മഹത്വമേറിയ, പുണ്യം ലഭിക്കുന്ന ഒരു കാര്യമായിട്ടാണ് വിവാഹത്തെ ഇസ്ലാം നോക്കിക്കാണുന്നത്, അല്ലാഹുവും റസൂലും പഠിപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൻ നിസാഇന്റെ ആദ്യ ഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി സ്ത്രീകളെ സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ ഭാര്യയായി സ്വീകരിക്കുന്ന ഒരു പുരുഷൻ അല്ലാഹുവിനോട് നടത്തുന്ന വഅഖദ്ന മിൻകും മീസാഖൻ ഗലീദ എന്നാണ് ഈ വിവാഹം എന്ന വിഷയത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചിട്ടുള്ളത്. ചില്ലറ കാര്യമൊന്നുമല്ല. വഅഖദ്ന മിൻകും മീസാഖൻ ഗലീദ, പുരുഷന്മാരെ, നിങ്ങളിൽ നിന്ന് അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിങ്ങൾ നടത്തിയിരിക്കുന്ന ബലവത്തായിരിക്കുന്ന ഒരു കരാറാണ് വിവാഹം എന്നത്. വിവാഹമൂല്യമായി നിങ്ങൾ നൽകുന്ന മഹർ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിക്കാൻ. അങ്ങനെയാണ് ഒരു വിവാഹം നടക്കേണ്ടത്. അഥവാ ഒരു വിവാഹം
ആഗ്രഹിക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവുമായി അതിന്റെ വിശദീകരണത്തിൽ കാണാം, അവിടെ ഞാൻ സ്വീകരിക്കുന്ന സ്ത്രീയെ അല്ലെങ്കിൽ എന്റെ ഭാര്യയെ ഏറ്റവും നല്ല രൂപത്തിൽ, എന്നാൽ കഴിയുന്ന രൂപത്തിൽ ഭൂമി ലോകത്ത് ഞാൻ ജീവിക്കുന്ന സമയം അത്രയും ഏറ്റവും നന്നായി ഞാൻ അവളെ നോക്കാമെന്നും, അഥവാ അങ്ങനെ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായെങ്കിൽ നല്ല രൂപത്തിൽ തന്നെ പിരിച്ചുവിടാമെന്നും ഉള്ള കരാറാണ് ആ കരാറെന്ന്. എന്ന ആയത്തിന്റെ വിശകലനത്തിൽ പണ്ഡിതന്മാർ ഈ ആയത്തിനെ കൂടി ചേർത്ത് വെച്ചിട്ടാണ് പഠിപ്പിച്ചത്. അതാണ് അതിന്റെ വിശദീകരണം. അപ്പൊ അല്ലാഹുവുമായി നടത്തുന്ന ഏറ്റവും വലിയൊരു കരാറാണ്. മാത്രവുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. സൂറത്തു സൂറിന്റെ ഒരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്ത് ഉണ്ടാക്കി വെച്ച പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന ഒട്ടുമിക്ക ദൃഷ്ടാന്തങ്ങളെയും, അതിൽ വെള്ളത്തെ പറയുന്നുണ്ട്, കടലിനെ പറയുന്നുണ്ട്, ആകാശത്തെ പറയുന്നുണ്ട്, ആകാശത്തിലെ സൂര്യചന്ദ്രാദികളെ പറയുന്നുണ്ട്, മറ്റുള്ള സൃഷ്ടിജാലങ്ങളെ പറയുന്നുണ്ട്. ഇതൊക്കെയും അള്ളാഹുവിന്റെ ആയത്തുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ്, അത്ഭുതങ്ങൾ നിറഞ്ഞ ദൃഷ്ടാന്തങ്ങളാണ്. അതേ പ്രകാരം അതിനോടൊപ്പം എണ്ണി പറഞ്ഞതാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങളെ ഇണതുണകളായി ഈ ഭൂമി ലോകത്ത് സംവിധാനിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുക എന്നത്. ഇന്നലെ വരെ പരിചയമില്ലാത്ത കുടുംബത്തെ ഇന്നു മുതൽ ഏറ്റവും അടുത്ത കുടുംബമായി സ്വീകരിക്കുന്ന വല്ലാത്തൊരു മഹിതമായ കാര്യമാണ് വിവാഹം. ഇന്നലെ വരെ പരിചയമില്ലാത്ത ഒരു പുരുഷനോടൊപ്പം, ഇന്നലെ വരെ പരിചയമില്ലാത്ത ഒരു സ്ത്രീയോടൊപ്പം വിവാഹമെന്ന വാഗ്ദാനം, ആ കരാർ നൽകപ്പെടുന്നതോടുകൂടെ, നടക്കപ്പെടുന്നതോടുകൂടെ ഭൂമി ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന രണ്ട് വ്യക്തികളായി, രണ്ട് കുടുംബങ്ങളായി ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറണമെങ്കിൽ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ്, അള്ളാഹിന്റെ ദൃഷ്ടാന്തം എന്നതുകൊണ്ട് മാത്രമാണ്. നമ്മളെന്നെ ആലോചിച്ച് നോക്കി, ഏത് കാര്യത്തിലാണ്, എങ്ങനെയാണ് വിശ്വസിക്കുക? ഇന്നലെ വരെ പരിചയമില്ലാത്തവർ ഇന്ന് ഒന്നാകുമ്പോൾ ലോകത്ത് പിന്നീട് അവർ തമ്മിലുള്ള സ്നേഹം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മരിച്ചാലും പിരിയാത്ത സ്നേഹമാണ്. സ്വന്തം പിതാവിനേക്കാൾ, സ്വന്തം മാതാവിനേക്കാൾ തനിക്ക് പിന്നീട് ഉത്തരവാദിത്വവും ബാധ്യതയും ഉണ്ടായിത്തീരുന്നത് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനോടാണ്. ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ തന്റെ ഭാര്യയോട് ഏറ്റവും നല്ല ഉത്തമനായി പെരുമാറുന്നവനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയും ആഹ്വാനവും നമ്മൾ കാണുമ്പോൾ, ലോകത്ത് നമ്മൾ പിന്നീട് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ അവരോളം സ്നേഹം പങ്കിടാനും സ്നേഹം കൊടുക്കാനും വാങ്ങാനും ഭൂമി ലോകത്ത് വേറെ ആരുമില്ല. അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി വെച്ച ഒരു ദൃഷ്ടാന്തമാണ്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു എന്നത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. എന്താണ് അവിടെ നിന്ന് ലഭിക്കേണ്ടത്? ലിതസ്കുനൂ ഇലൈഹാ, ആ ഭാര്യയിലേക്ക് അല്ലെങ്കിൽ ഇണയിലേക്ക് നിങ്ങൾ ശാന്തി അടയാനും സമാധാനം ലഭിക്കാനും, സമാധാനത്തോടെയുള്ള അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാകണം, സമൂഹത്തിൽ ഉണ്ടാകണം, വ്യക്തിക്കുണ്ടാകണം. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നതിന് വേണ്ടി ഇണത്തുണകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങനെ സൃഷ്ടിച്ചത് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതിനപ്പുറത്തുള്ള മഅന എന്താ? അങ്ങനെയല്ല ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ സമാധാനം ഉണ്ടാവുകയില്ല എന്നത് തന്നെയാണ്. പാറി നടക്കുന്ന പറവകളൊന്നും വേളി കഴിക്കാറില്ല എന്ന് പാടിയൊരു കാലമുണ്ടായിരുന്നു. എന്തിനാ വിവാഹം എന്ന് പറഞ്ഞിരുന്ന കാലം. അവരൊക്കെ മാറി ചിന്തിച്ചു, വിവാഹത്തിലൂടെയേ സമുദായവും സമൂഹവും കുടുംബവും നിലനിൽക്കുകയുള്ളൂ എന്നും, ഭദ്രമായ ഒരു കെട്ടുറപ്പുള്ള ഒരു സമൂഹം ഉണ്ടായിത്തീരണമെങ്കിൽ അത് വൈവാഹിക ജീവിതത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പാശ്ചാത്യരൊക്കെ തിരിച്ചറിഞ്ഞു. പക്ഷേ മലയാളിക്ക് ഇപ്പോഴാണ് വിവാഹമില്ലെങ്കിലും ജീവിക്കാമെന്ന് പറയുന്ന വെളിച്ചം കത്തി തുടങ്ങിയത്. പക്ഷെ അത് അന്ധകാരത്തിലേക്കുള്ള വെളിച്ചമാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. പാശ്ചാത്യൻ ചവച്ചു തുപ്പിയ ഒരുപാട് ആശയങ്ങളെ ഇന്ന് മലയാളികൾ എടുത്ത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നു എന്നുള്ളത് മറ്റൊരു വശമാണ്. പറഞ്ഞു വന്നത്, സമൂഹത്തിന്റെ ഏറ്റവും നല്ല രൂപത്തിൽ, സമാധാനപരമായ രൂപത്തിൽ ജീവിക്കണമെങ്കിൽ വിവാഹം നടക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അതിലൂടെ നിങ്ങൾക്ക് കാരുണ്യവും അതോടൊപ്പം തന്നെ മവദ്ദത്ത് സ്നേഹവും, സമാനതകളില്ലാത്ത സ്നേഹമാണ് പിന്നീട് അവിടെ ഉണ്ടാകുന്നത്.
അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം നിങ്ങളിൽ വർഷിക്കാനുള്ള കാരണവുമാണ് വിവാഹം. വജഅല ബൈനക്കും, അല്ലാഹു നിങ്ങൾക്കിടയിലാക്കി തരും മവദ്ദതൻ വ റഹ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യവും സ്നേഹവും, അതിനാണ് വിവാഹം. വജഅല ബൈനക്കും മവദ്ദതൻ വ റഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ചിന്തിക്കുന്ന മനുഷ്യർക്ക് തീർച്ചയായും ഇക്കാര്യത്തിൽ വല്ലാത്ത അത്ഭുതങ്ങളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് വീണ്ടും അല്ലാഹു ആവർത്തിച്ച് പറയാം അതേ ആയത്തിൽ. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന, നിങ്ങളുടെ വീടുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും കളിയാടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സംവിധാനം ഉണ്ടാക്കിയത് എന്ന് മറ്റൊരായത്തിൽ. വിവാഹം കൊണ്ട് ഉണ്ടാകേണ്ടുന്ന ലക്ഷ്യം ശാന്തിയും സമാധാനവുമുള്ള ജീവിതം ഉണ്ടാവാൻ. എങ്കിൽ ആ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ അതിലേക്കുള്ള മാർഗവും നന്നാകണം. വയറ് നിറയുക എന്നതാണ് ലക്ഷ്യം. ആരാൻ്റെത് കട്ടെടുത്താലും വയറ് നിറയും. ആരാനെ പറ്റിപ്പറഞ്ഞ് ഭക്ഷണം കഴിച്ചാലും വയറ് നിറയും. പക്ഷെ അതിന്റെ മാർഗം നല്ലതല്ല എന്നുള്ളത് കൊണ്ട് അല്ലാഹു അത് ഹലാലാക്കിയിട്ടില്ല, അത് ഹറാമാണ്. ലക്ഷ്യം നന്നായാൽ പോരാ. പഠിക്കുക, ജോലി കിട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷെ അനർഹമായ രൂപത്തിൽ സർട്ടിഫിക്കറ്റുകൾ സമ്പാദിച്ചുകൊണ്ടുണ്ടാക്കിയ ജോലിയാണെങ്കിലും ലക്ഷ്യം പൂർത്തീകരിച്ചിട്ടുണ്ടാവും, മാർഗം നന്നായിട്ടുണ്ടാവില്ല. ജീവിതം സന്തോഷകരമായിരിക്കണമെന്ന ലക്ഷ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹമെന്ന മഹാകാര്യം കൊണ്ട്, മഹത്തായ കാര്യം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ അതിലേക്കുള്ള മാർഗങ്ങളും നന്നാകണം. ഇനി പറയുന്ന കാര്യങ്ങൾ നമുക്കൊക്കെ ചിലപ്പോൾ പൊള്ളുന്ന കാര്യമായിരിക്കും, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. മാർഗം നന്നായാലേ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ എന്നർത്ഥം. ധനം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ വിവാഹം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അവന് ബർക്കത്തില്ലാത്ത ജീവിതം ഉണ്ടാവുക. മുമ്പൊക്കെ അങ്ങനെയായിരുന്നു. 10-15 വർഷങ്ങൾക്ക് മുമ്പേ ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറക്കണമെങ്കിൽ ഭയപ്പാടോടുകൂടെ ആയിരുന്നു, അല്ലെങ്കിൽ ആശങ്കയോടുകൂടെ ആയിരുന്നു രക്ഷിതാക്കള് പിന്നെ നോക്കിക്കണ്ടിരുന്നത്. കാരണം സ്ത്രീധനം എന്ന മഹാമാരി വല്ലാതെ വിഴുങ്ങിയിരുന്നു നമ്മുടെ നാടിനെ. 5 ലക്ഷവും 50 ലക്ഷവും സ്ത്രീധനം കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ ഒരുപാട് പെൺകുട്ടികൾ ഇന്നും, ഒരുപാട് സ്ത്രീജനങ്ങൾ ഇന്നും നമ്മുടെ വീടുകളിലൊക്കെ പലയിടങ്ങളിലും വിവാഹം കഴിക്കപ്പെടാതെ നടക്കുന്നുണ്ട്. കാരണം അന്നത് സ്ത്രീധനം കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ രക്ഷിതാക്കളെ കല്യാണം കഴിപ്പിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടിരുന്നു. പക്ഷെ അത് കുറെയൊക്കെ തുടച്ചു മാറ്റപ്പെട്ടു. ഇന്ന് കുട്ടികളെ കിട്ടാത്ത അവസ്ഥ വന്നു, പെൺകുട്ടികളെ കിട്ടാത്ത അവസ്ഥ വന്നു. പലപ്പോഴും അങ്ങനെയാണ്. നേരെ തിരിച്ചടിക്കും, സമൂഹത്തിൽ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കും പല കാര്യങ്ങളിലും. ഇന്ന് സ്ത്രീധനമൊന്നുമില്ലെങ്കിലും വേണ്ടില്ല, കുട്ടി ഉണ്ടായാൽ മതി, പെൺകുട്ടിയായാൽ മതി എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി തുടങ്ങി. പക്ഷെ അവിടെയും വിവാഹമെന്ന ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ മുസ്ലിങ്ങളോടാണ് സംസാരിക്കുന്നത്. മറ്റുള്ളവരെ നോക്കേണ്ട കാര്യം ഇപ്പൊ നമുക്ക് അക്കാര്യത്തിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തിലൂടെ തന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വാചാലമായിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നീ ചെലവഴിക്കുന്ന ദീനാർ. വദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബ, ഒരു അടിമമോചനത്തിന് വേണ്ടിയിട്ട് നീ ചെലവഴിക്കുന്ന ദീനാർ. വദീനാറുൻ തസദ്ദഖ്ത ബിഹി അലാ മിസ്കീൻ, പാവപ്പെട്ടവനായിട്ടുള്ള ഒരാളെ കാണുമ്പോൾ നീ കൊടുക്കുന്ന ഒരു ദീനാർ, അവന് കൊടുക്കുന്ന ഈ സംഭാവന. വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക, നീ നിന്റെ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കുന്ന ദീനാറും ഉണ്ടല്ലോ. ഇതൊക്കെ താരതമ്യം ചെയ്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അഅ്ളമുഹാ അജ്റൻ അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക, ഇതിൽ നിന്നൊക്കെ ഏറ്റവും നിനക്ക് കൂലി കിട്ടുന്ന കാര്യം എന്താണ്? നീ നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന ചെലവാണ്. അവർ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതാവസാനം വരെ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്ന കാലം അത്രയും പുണ്യം ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഭാര്യക്കും കുട്ടികൾക്കും ഭക്ഷണം വാങ്ങിക്കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നമുക്ക് പുണ്യം കിട്ടുന്നുണ്ട് നമ്മൾ ആരെയും വിചാരിക്കാറുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ പറയാ, ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പുണ്യം നൽകിയിട്ടുണ്ട്, പുണ്യം നൽകുന്നുണ്ട് എന്ന് നീ മനസ്സിലാക്കണം. അപ്പൊ ആ കല്യാണം എന്ന സംഭവം വലിയ സംഭവമാണ്, വലിയ പുണ്യം ലഭിക്കുന്ന കാര്യമാണ് വിവാഹം എന്നത്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അതിലേക്കുള്ള മാർഗവും എളുപ്പമാകണമെന്നും ഇതേപോലെ പുണ്യം ലഭിക്കുന്ന കാര്യമായിരിക്കണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.
ആലോചനകളിലൂടെ ആയിരിക്കണമെന്ന് റസൂൽ പറഞ്ഞു. ഖിത്ബത്തുൻ നിക്കാഹ്, നിക്കാഹിന് വേണ്ടിയിട്ടുള്ള ആലോചനകൾ ഉണ്ടാകണം. കുടുംബങ്ങൾ അറിഞ്ഞിട്ട് വേണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞുകൊണ്ടായിരിക്കണം. എവിടെയെങ്കിലും പോയിട്ട് എപ്പോഴെങ്കിലും കാണുന്നവരെ ചാടിക്കൊണ്ടു വന്നിട്ട് അവസാനം രജിസ്റ്റർ മാരേജ് ചെയ്യുന്ന പരിപാടി പറ്റൂല. ഇസ്ലാമിൽ അങ്ങനെ ഇല്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുടുംബങ്ങൾ തമ്മിൽ കാണട്ടെ, അവർ തമ്മിൽ മനസ്സിലാക്കട്ടെ, അവരുടെ ദീനും കാര്യങ്ങളൊക്കെ അറിയട്ടെ, സ്വഭാവവും സംസ്കാരവും ഒക്കെ മനസ്സിലാക്കട്ടെ, എന്നിട്ടൊരു കല്യാണത്തിലേക്ക് കടക്കട്ടെ. അതിന് ചില പരിധികളും അതോടൊപ്പം തന്നെ അതിൻ്റെതായ വഴികളും ഒക്കെ റസൂൽ പഠിപ്പിച്ചു. അങ്ങനെ തന്നെയാണ് നടക്കാറുള്ളത്. പക്ഷേ വിവാഹത്തിന്റെ തലേ ദിവസവും വിവാഹം ആലോചിക്കുന്നതിന്റെ അന്ന് മുതലും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആചാരങ്ങൾ, അനാചാരങ്ങൾ, ആഭാസങ്ങൾ, തോന്നിവാസങ്ങൾ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വിശ്വാസികളെ, മുസ്ലിങ്ങളെ, പ്രത്യേകിച്ച് മുജാഹിദുകളെ, നമ്മുടെ വീടുകളിൽ പോലും മറ്റുള്ളവൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആഭാസങ്ങൾ, തോന്നിവാസങ്ങൾ, വിവാഹത്തിന്റെ പേരിൽ, വിവാഹം എന്ന് പറഞ്ഞാൽ മീസാഖൻ ഖലീല എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു, അല്ലാഹുവിൽ നിന്ന് അനുഗ്രഹം ലഭിക്കേണ്ടുന്ന ഏറ്റവും മഹത്തരമായ ഒരു കർമ്മമാണ് അവിടെ നടക്കാൻ പോണത്. ഏത് ഓഡിറ്റോറിയത്തിൽ നിക്കാഹ് എടുക്കുന്ന കാര്യമല്ല. അതിന്റെ തലേ ദിവസവും ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഹെൽദിയും മെഹന്തിയും അതുപോലെ തന്നെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന അറബി നൈറ്റും ഹൽദിയും, ഇങ്ങനെ എന്തൊക്കെയാണോ ഇന്ന് മറ്റുള്ള സമുദായത്തിൽ നിന്നും മറ്റുള്ള ആളുകളിൽ നിന്നും കടമെടുത്തുകൊണ്ടും അല്ലാതെയും ഒക്കെ നടത്താൻ നമ്മുടെ മുസ്ലിങ്ങൾ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിവാഹവും നമ്മുടെ വീട്ടിലെ വിവാഹവും തീരുമാനിക്കുന്നത് നമ്മളല്ലാത്തൊരു കാലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവന്റ് മാനേജ്മെന്റിന്റെ ടീം വരികയാണ്, എന്നിട്ട് അവര് തരുന്ന ലിസ്റ്റ്, ആ ലിസ്റ്റ് നമ്മൾ നടപ്പിലാക്കുകയാണ്. മഞ്ഞക്കല്യാണം ഈ അടുത്ത കാലത്തുണ്ടായ ഒരു തോന്നിവാസാണത്. മഞ്ഞക്കല്യാണം പറയാതിരിക്കാൻ പറ്റൂ. അതിനുവേണ്ടി പൈസ ചെലവാക്കല് ലക്ഷങ്ങളല്ലേ പൊടിക്കുന്നത്. സ്ത്രീധനം എന്ന മഹാമാരി നമ്മളെ ദുനിയാവും നമ്മളെ ഈ ഒരു നാട്ടിൽ നിന്ന് ഒഴിവായപ്പോ അതിനേക്കാൾ വലിയ ചെലവാണ് ഒരു പിതാവിന് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നടന്നു, കുടുംബത്തിലൊക്കെ നടന്നു. നമ്മളെ വീട്ടില് കല്യാണം നടക്കുമ്പോ മഞ്ഞ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ പ്രശ്നാവില്ലേ? അത് ആൾക്കാർ പറയില്ലേ, ആൾക്കാർക്ക് വേണ്ടി കല്യാണം എന്നിട്ട് മഞ്ഞ ലൈറ്റ്, അതുവരെ ഉണ്ടായിരുന്ന വീട്ടിലെ മൊത്തം കർട്ടനും മാറ്റി മൊത്തം മഞ്ഞ കർട്ടനാക്കുക. ആരാ കൊണ്ടുവരുന്നത്? അത് ഇവന്റ് മാനേജ്മെന്റ് ആ ടീം കൊണ്ടുവരും. അവൻ തീരുമാനിക്കാണ് എന്തൊക്കെ വേണം, ഏതൊക്കെ ലൈറ്റ് വേണം, ഏത് രൂപത്തിലാണ്. എല്ലാവരും മഞ്ഞ ഡ്രസ് ഇടുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹോദരങ്ങളെ പറയുമ്പോൾ വേറൊന്നും വിചാരിക്കരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു നൽകിയ, പഠിപ്പിച്ചു തന്ന ഇസ്ലാം ദീനിൽ നടക്കേണ്ടുന്ന വിവാഹത്തെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന വിവാഹം എന്നുള്ളത് ചെലവ് കുറഞ്ഞ രീതിയിൽ, ആഡംബരമില്ലാത്ത രീതിയിൽ നടത്തപ്പെടുന്ന കല്യാണങ്ങൾക്കാണ് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ബർക്കത്ത് ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഇന്നത്തെ മഞ്ഞ കല്യാണം കണ്ടുകൊണ്ടല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് അങ്ങനെ ആർഭാട കല്യാണം ഉണ്ടായിരുന്നോ? ഖുറൈശികളിൽ നിന്നും ഖുറൈശികളിലേക്ക് മാത്രം അവരുടെ തറവാടിത്ത മഹിമ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവന്റെ പേരിൽ മത്സരിക്കുക, ഔസും ഖസ്റജും വിവാഹത്തിന്റെ പേരിൽ മത്സരിക്കുക. ഇതൊക്കെ കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അത് ജാഹിലിയ്യത്തിൽ നടക്കുന്ന കാര്യമാണെന്നും അത് ജഹാലത്താണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ നമ്മൾ ജഹാലത്തായാലും കുഴപ്പമില്ല, കുഫ്രിയത്തായാലും കുഴപ്പമില്ല, പള്ളി കമ്മിറ്റിയിലാണെങ്കിലും കുഴപ്പമില്ല, മദ്രസയിലെ ഉസ്താദായാലും കുഴപ്പമില്ല, അങ്ങനെ ആൾക്കാർ പറയാം. ആ ഉസ്താദിന്റെ വീട്ടിലെ കല്യാണം പോലും നടന്നില്ല, അങ്ങനെയല്ലേ നടന്നില്ല. നമുക്ക് ന്യായീകരണം. അല്ലാഹുവിന്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചെന്ന ഒരുപാട് സംസ്കാരമുണ്ട്. അറബ് നൈറ്റ്, കല്യാണത്തിന് അറബ് നൈറ്റ് തോന്നിവാസല്ലേ സഹോദരങ്ങൾ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇന്നലെ വരെ നമുക്ക് ഇല്ലാത്തൊരു സംസ്കാരവും വേഷവിധാനവും കടമെടുത്ത് പലരും ധരിച്ചത് ഇന്ന് അറബി വേഷത്തിൽ. കുടുംബത്തിലെ എല്ലാ ആണുങ്ങളും അറബി വേഷം, കുടുംബത്തിലെ എല്ലാ പെണ്ണുങ്ങളും അറബി വേഷം, എന്നിട്ട് തോന്നിയാസം കാട്ട് ഡാൻസ്, എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിലൂടെ പകർത്തുക. അറബി നൈറ്റ്, സേവ് ദ ഡേറ്റ്. എന്താ സേവ് ദ ഡേറ്റ്? ഭയങ്കര ആഭാസമാണ് മുസ്ലിങ്ങളെ വിവാഹവുമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. സേവ് ദ ഡേറ്റ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഒരു ആണും ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒറ്റക്കാകാൻ പാടില്ല. കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ നിക്കാഹിന് മുന്നേ പിന്നെ ആ സ്ത്രീയും ആ പുരുഷനും ബന്ധപ്പെടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, ഫോണിൽ സംസാരിക്കാൻ പാടില്ല. കാരണം എന്താ? അവർ അന്യരാണ്. ഈ നിക്കാഹ് നടക്കുന്നതിന് മുന്നേ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർ തമ്മിൽ വല്ല ബന്ധമുണ്ട്?
നിശ്ചയിച്ചു എന്നുള്ളതൊക്കെ. നിക്കാഹ് നടന്നിട്ടില്ലല്ലോ. നിശ്ചയം നിക്കാഹ് 1 വർഷം കഴിഞ്ഞിട്ട് എന്നിട്ട് പിന്നെ തോന്നിയാസം കാട്ടി നടക്കുക മനുഷ്യന്മാർ. അങ്ങനെ ചെയ്യരുത്. ഒരു പെൺകുട്ടിയെ നമ്മൾ അങ്ങനെ അനുവദിക്കരുത്. ഒരു കൊല്ലത്തിന് ശേഷമൊക്കെ നിക്കാഹ് തീരുമാനിക്കാം. എന്നിട്ടോ അവർക്ക് ഇഷ്ടം പോലെ അശേഷം വിളിക്കാനും അതുപോലെ തന്നെ യാത്ര ചെയ്യാനും ഒക്കെ കുടുംബങ്ങളടക്കം സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. എന്താ കാരണം? നിശ്ചയിച്ച പെണ്ണല്ലേ, ഇത് ഇസ്ലാമല്ലേ. മറ്റു മതസ്ഥർ അങ്ങനെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാൻ നിൽക്കണം. മുസ്ലിങ്ങളല്ലേ നമ്മളെ കുട്ടികൾ 18 വയസ്സ് വരെ നിസ്കരിച്ചും നോമ്പെടുത്തും നമ്മളല്ലേ പഠിപ്പിച്ചത്. എങ്കിൽ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണ്ടേ? മോളെ, ഇപ്പോഴും നീയും അവനും അന്യനാണ്. ഒരേ വാഹനത്തിൽ അല്ലെങ്കിൽ ഒരേ സീറ്റിൽ ഒരേ ബൈക്കിൽ സഞ്ചരിക്കാനായിട്ടില്ല അവര്. നമ്മൾ മാതാപിതാക്കൾ ന്യായം പറയാം. പ്രായം ചെന്ന മാതാപിതാക്കളാണ്. ഇപ്പൊ കല്യാണം ഉറപ്പിച്ചതാണ്, അതുകൊണ്ട് ഡ്രസ്സ് എടുക്കാൻ പോയതാണ്, ഊട്ടി വരെ പോയതാണ്, അമ്മോന്റെ വീട്ടില് മരണുണ്ട് അവിടെ വരെ പോയതാണ്. അപ്പൊ ഇവൻ വന്ന് കൊണ്ടുപോവാൻ. അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇവൾ അവന്റെ ആരുമല്ല. നിക്കാഹ് കഴിഞ്ഞാലോ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ നിശ്ചയിച്ചിടണ്ട. ഇതൊന്നും നമ്മൾ അറിയാത്തതല്ല, നാട്ടിൽ നടക്കാത്തതല്ല. പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റുമോ? നിക്കാഹ് കഴിച്ചിട്ടുണ്ട, അല്ല നിശ്ചയിച്ചിട്ടുണ്ട, നിക്കാഹ് കഴിച്ചില്ല, എന്നിട്ട് പിന്നെ കല്യാണം പിന്നെ എപ്പോഴും നടത്തിയാൽ മതി. കല്യാണ തലേന്ന് നടക്കുന്ന ആഭാസങ്ങൾ അതൊന്നും ഇപ്പൊ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചുള്ള ഖുർആൻ പഠിപ്പിച്ചുള്ള കാര്യമാണ് കുലു വശ്റബു. നിങ്ങൾ നല്ലോണം തിന്നും കുടിച്ചൊക്കെ ചെയ്തോളി. വലാ തുസ്രിഫു. ആഭാസം വേണ്ട. ഇന്നലെ തന്നതിനെ ഇന്ന് തിരിച്ചെടുക്കാൻ കഴിവുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഉത്തരാഖണ്ഡിൽ ഒലിച്ചിറങ്ങുന്ന വെള്ളത്തോടൊപ്പം ചളിയോടൊപ്പം മനുഷ്യഗന്ധമുണ്ട്. പറയപ്പെടുന്നതോ കണക്ക് വരുന്നതോ ഒന്നും അല്ല മരണത്തിന്റെ കണക്ക്. അത് പലതുകൊണ്ടും മറച്ചു വെച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. ഇതേ പ്രകാരം റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മലപ്പുറത്തിന്റെയോ തൊടികപ്പുലത്തിന്റെയോ മണ്ണിൽ സംഭവിപ്പിക്കാൻ കഴിയാത്തതൊന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആഭാസം വേണ്ട. ഏതിന്റെ കാര്യത്തിലാണെങ്കിലും, പ്രത്യേകിച്ച് വിവാഹത്തിന്റെ കാര്യത്തിലൊക്കെ ഏതാനും ചെലവല്ലേ എന്ന് പറഞ്ഞിട്ട് മിക്കവാറും നമ്മൾ ചെലവാക്കുക. കുലു വശ്റബു വലാ തുസ്രിഫു. നിങ്ങൾ ഭക്ഷണം ഉണ്ടായിക്കോളി, കഴിച്ചോളി, കുടിച്ചോളി. വലാ തുസ്രിഫു. കാരണം എന്താ? ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലാഹുവിന് ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഇസ്രാഫ് ഉണ്ടാക്കുക എന്നുള്ളത്. ഭക്ഷണം കൊടുത്തോളൂ, വലിയമ കൊടുക്കുമ്പോൾ നന്നായി ഭക്ഷണം കൊടുത്തോളൂ, അതിനുള്ള കഴിവുള്ളവൻ. അപ്പുറത്തുള്ള പണക്കാരൻ ഇന്നതെല്ലാം വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ച് ഇപ്പുറത്തുള്ള സാമ്പത്തികമായി താഴ്ന്നവൻ അതിനു വേണ്ടിയിട്ട് കണക്കൊപ്പിക്കണ്ട. നമ്മളെ കൊണ്ട് കഴിയുക കൊടുത്താൽ മതി. അതാണ് ബർക്കത്തുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുലു വശ്റബു. റസൂൽ പറഞ്ഞു, നിങ്ങൾ കഴിച്ചോളി, കുടിച്ചോളി. വൽബസു, നിങ്ങൾ ധരിച്ചോളൂ. വതസദ്ദഖു, ഒപ്പം നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സദഖ കൊടുത്തോളി. ഫലസ്തീൻ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി പലരുടെയും കൈകൾ നീട്ടുന്നത് നോക്കി നിൽക്കുന്ന പഞ്ചോമനകളും യുവാക്കളുമുണ്ട്. മാസങ്ങളോളം വർഷങ്ങളോളം പട്ടിണി കിടന്നതിന്റെ അടയാളം അവരുടെ തൊലിയെല്ലാം തന്നെ എല്ലിലേക്ക് ചേർന്നിട്ട് മനുഷ്യ പേക്കോലങ്ങളായി മയ്യത്ത് കുളിപ്പിക്കുന്നവൻ പോലും പൊട്ടിക്കരയുന്ന രൂപത്തിലേക്ക് മാറുന്ന അവസ്ഥാവിശേഷം അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന മണ്ണിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പട്ടിണി കൊണ്ടും പരിവട്ടം കൊണ്ടും അവരുടെയൊക്കെ കണ്ണുകളൊക്കെ പുറത്തേക്ക് തള്ളിയിട്ടുണ്ട്, എല്ലുണ്ടിയിട്ടുണ്ട്. അവരൊക്കെയും ഒരു കാലത്ത് നല്ല രൂപത്തിൽ ജീവിച്ചവരായിരുന്നു, സാമ്പത്തികമായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തവരായിരുന്നു. പക്ഷേ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി ഏതെങ്കിലും മൂളിപ്പറക്കുന്ന വിമാനത്തിൽ നിന്ന് പാരാച്യൂട്ടിൽ ഇറങ്ങുന്ന ഭക്ഷണ പൊതികൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന, അതിനുവേണ്ടി മത്സരിക്കുന്ന, തനിക്ക് കിട്ടിയെങ്കിൽ മറ്റുള്ളവനും പകുത്തു കൊടുക്കാമായിരുന്നേനെ എന്ന് വിലപിക്കുന്ന കുട്ടികളുണ്ട്. നമ്മളൊരു വിവാഹത്തിന്റെ വേളയിൽ അവിടെ നിന്ന് തള്ളുന്ന, ഒഴിവാക്കുന്ന ഭക്ഷണ വേസ്റ്റ് കിട്ടിയെങ്കിൽ ആഴ്ചകളോളം പശിയടക്കാമായിരുന്നു എന്ന് വിചാരിക്കുന്ന ആളുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഒന്ന് സഞ്ചരിക്കണം, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വലിക്കുന്ന ആൾക്കാർ. കൽക്കട്ടയിൽ പോയാൽ മതി, വെറും കൽക്കട്ടയിൽ. കൊൽക്കത്ത എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയാണ്, ഭയങ്കര തികഞ്ഞ ആൾക്കാരാണ്. അവിടെ വലിയിരിക്കുന്ന മണിക്കൂറുകളോളം ഒരപ്പത്തിനു വേണ്ടി, ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി മണിക്കൂറുകളോളം വലിയിരിക്കുന്ന 25, 30, 40 വയസ്സായ ചെറുപ്പക്കാരൻ നേരിട്ട് കണ്ടോടാ ഞാൻ. അതുകൊണ്ടാ പറയുന്നത്, ഒരു നേരത്തെ ഭക്ഷണത്തിലല്ല, ഒരു റൊട്ടിക്ക് വേണ്ടിയിട്ട്.
അത്രയും പട്ടിണി കോലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെ കണ്ടിട്ടും നമ്മൾ പണക്കാരനാണ്, നമുക്ക് കഴിവുള്ളവരാണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെലവാക്കണ്ട. മിതത്വം കാത്തു സൂക്ഷിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതസദ്ദഖൂ ഫീ ഗൈരി ഇസ്റാഫിൻ വലാ മഖീല. അഹങ്കാരവും ഇസ്രാഫും ഇല്ലാതെ നിങ്ങൾ ധാരാളം ആളുകൾക്ക് ഭക്ഷണം കൊടുത്തോളി, കഴിച്ചോളി, കുടിച്ചോളി, ദുരിത്തോളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇത് ഫഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അത്റ നിഅമതഹു അലാ അബ്ദിഹി. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമയിൽ അനുഗ്രഹത്തെ അല്ലാഹ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ട് പിസ്കൊന്നും കാണിക്കണ്ട. നിങ്ങൾ നന്നായി ഭക്ഷണം കൊടുത്തോളൂ, ഭക്ഷണം കഴിച്ചോളൂ, നിങ്ങൾ ഉടുത്തോളൂ, അതോടൊപ്പം തന്നെ സദഖ കൊടുത്തോളൂ. ഇസ്രാഫ് വേണ്ട. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും. നിങ്ങൾക്ക് നാം നൽകിയിരിക്കുന്ന വിഭവങ്ങളിൽ നിന്ന് നിങ്ങൾ നന്നായി കഴിച്ചോളൂ. വലാ തതഗൗ ഫീഹി. അതിൽ നിങ്ങൾ ഒരിക്കലും തന്നെ അതിക്രമം കാണിക്കേണ്ടതില്ല. ഫയഹില്ലു അലൈക്കും ഗളബി. അങ്ങനെയാണെങ്കിൽ എന്റേതായിരിക്കുന്ന കോപം നിങ്ങൾക്ക് മേൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. വമയഹ്ലിൽ അലൈഹി ഗളബി ഫഖദ് ഹവാ. എന്റെ കോപം എങ്ങാനും ഏതെങ്കിലും വിധേന നിങ്ങളിലേക്ക് ഇറങ്ങുകയാൽ ഫഖദ് ഹവാ, അവൻ നശിച്ചു പോയത് തന്നെ. അല്ലാഹുവിന്റെ ഖുർആനാ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ആർഭാടം കാണിക്കേണ്ടതില്ല. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇപ്പൊ ഈ വീട്ടിലെ കാരണവരും വീട്ടിലെ വലിയവരുമാണ് തീരുമാനിക്കുന്നത്. നമ്മളെന്താ പറയാ, അത് മരവും കൊണ്ടുവന്നതാണ്, മരവും പിന്നെ ഏൽപ്പിച്ചതാണ്, അത് മകൾ അങ്ങനെ വിചാരിച്ചതാണ്, ഓളെ ഏൽപ്പിച്ചതാണ്, ഓനെ ഏൽപ്പിച്ചതാണ്. വേണ്ട. വീട്ടിലെ ഉടമസ്ഥനും വീട്ടുകാര്യസ്ഥനും നമ്മളാണെങ്കിൽ മക്കളോട് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. മക്കൾ അത് ഇസ്ലാമിന് പറ്റാത്തതാണ്, അള്ളാഹ്ക്ക് പറ്റാത്തതാണ്, അല്ലാത്തൊക്കെ നിങ്ങൾ ചെയ്തോളി. ഇതൊക്കെ പറയല്ലാതെ വേറെ നിർവാഹമല്ല. ഇതൊക്കെ പറഞ്ഞാലും ഇതൊക്കെ നിർത്തിവെക്കും, നാളെ തന്നെ അവിടെ അത് ഇല്ലാതെയാവും എന്നൊരു വിചാരം നിൽക്കില്ല. എന്നാലും പറയല്ലാതെ വേറെ മാർഗമല്ല. വിവാഹത്തിന് വേണ്ടി ഓഡിറ്റോറിയങ്ങൾ തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഏൽപ്പിക്കുമ്പോൾ വീട്ടിൽ നടക്കാത്ത സാഹചര്യം തന്നെയാണ് മിക്കവാറുള്ളത്. മുമ്പത്തെ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ കാര്യമില്ലല്ലോ. അവിടെ ആളുകൾക്ക് നിസ്കരിക്കാനുള്ള ഒരു സ്ഥലം കൂടി നമ്മൾ കണ്ടെത്താൻ പറ്റുമോ നോക്കണം. അവിടെ ഉണ്ടാവും, പറഞ്ഞാൽ അവര് സൗകര്യം ചെയ്തു തരും. പക്ഷെ നമ്മളത് കാണാറില്ല. അടിച്ചു കയറ്റിയിരിക്കുന്ന കുട്ടിയും അതിന്റെ മേലെ വാരിയിരിക്കുന്ന ബാക്കിയുള്ള എല്ലാ കോസ്മെറ്റിക്സ് ഐറ്റംസും ഒക്കെ ഒലിച്ചു പോകും എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു തുള്ളി വിയർപ്പ് പോലും പൊടിയാൻ കഴിയാതെ കയ്യിലെപ്പോഴും ടിഷ്യൂ പേപ്പറും കൊണ്ട് നടക്കുക മനുഷ്യന്മാർ. കുടുംബത്തിലെ മൊത്തം അംഗങ്ങള് ഞങ്ങൾ കുടുംബക്കാരിൽ നിന്നാണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ബാക്കി ക്ഷണിച്ചു വരുത്തിയ അതിഥികളെ അപമാനിക്കുന്ന രൂപത്തിൽ അവരെല്ലാം ഒരു ഡ്രസ്സ് ഒക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും ഒരു ഡ്രസ്സ്, ഒരേ കളർ ഡ്രസ്സ്. അതോ ക്ഷണിക്കപ്പെട്ട അതിഥികൾ അവരുടെ മുമ്പിൽ നിങ്ങളെ നമ്മളെ കുടുംബത്തിൽപ്പെട്ടതെല്ലാം തിരിച്ചറിയാൻ വേണ്ടി അതൊക്കെ ഒഴിവാക്കുക. അതൊക്കെ അത്യാചാരമാണ്, അതൊക്കെ ആർഭാടമാണ്. പറ്റുന്നവർ ഒഴിവാക്കുക. ഇസ്ലാമാണ് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. കാരണം ഇതൊരു ബർക്കത്തുള്ള ഒരു അനുഗ്രഹം ഇറങ്ങേണ്ടുന്ന അള്ളാഹുവുമായി നടത്തേണ്ടുന്ന കരാറുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവിടെ നടക്കുന്നത്. മുസ്ലിയാര് വരുമ്പോ മൗലവി വരുമ്പോ മാത്രം പാട്ട് നിർത്തുക, അതുവരെ പാട്ടിടുക. മൗലവി പോയി കഴിഞ്ഞാൽ പാട്ട്, ഡാൻസ് ഒക്കെ അവിടെ നടക്കും ചെയ്യാം. ഇത് ഞാൻ ആരും കുറ്റം പറയാൻ വിചാരിക്കരുത്. അതൊക്കെ പണമുണ്ടായത് കൊണ്ട് ചെയ്യുന്നതാണ് എന്ന് വാദമുണ്ടായിരുന്നെങ്കിൽ 2-3 ആഴ്ച തൊടുകപ്പിലത്ത് 2-3 ആഴ്ച മുമ്പേ നടന്നൊരു വിവാഹത്തെ കുറിച്ച് പുറത്തുനിന്ന് ആൾക്കാർ പറയണേ ഞാൻ കേട്ടു. അന്തസ്സായിട്ടാണ് നടത്തിയത്, ഇവർക്കൊക്കെ ഇത് കഴിയുമായിരുന്നു, പക്ഷെ അതൊക്കെ ഒഴിവാക്കി. എന്തിനാ പാട്ടും കൂത്തും ഒക്കെ? അങ്ങനെ ആവുക. എന്നാലേ അള്ളാന്റെ ബർക്കത്ത് ഉണ്ടാവുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലബിസ തൗബ ശുക്രത്തിൻ അൽബസഹുല്ലാഹു തൗബ മർദില്ലത്തിൻ യൗമൽ ഖിയാമ. ആരെങ്കിലും സുഹൃത്തിന് വേണ്ടിയിട്ട് ഡ്രസ്സ് ഇട്ടാൽ, റസൂൽ ഇങ്ങനെ പറയുന്നത് എന്താ പറയുക, നമ്മുടെ നാട്ടിൽ നിന്ന് നടന്നുകൊടുക്കുന്ന കാര്യമല്ല ഇത്. 1400 വർഷങ്ങൾക്ക് മുമ്പാണ് റസൂൽ പറഞ്ഞതെങ്കിലും അന്നൊക്കെ ഉണ്ട്. വസ്ത്രം കൊണ്ട് ആളുകളെ തിരിച്ചറിയാനും പിന്നെ ഗോത്രം തിരിച്ചറിയാനും കുടുംബം തിരിച്ചറിയാനും ഒക്കെ വസ്ത്രത്തെ കൊണ്ട് മേനി അടച്ചിരുന്ന മനുഷ്യന്മാരുണ്ടായിരുന്നു. അതാണ് റസൂൽ പറഞ്ഞത്. ഞങ്ങൾ ഇന്ന കുടുംബക്കാരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന ആൾക്കാരാണ്, ഞങ്ങൾ ഇന്ന ആളെ മോനാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും സുഹൃത്തിന് വേണ്ടിയിട്ട് ഡ്രസ് ഇടുക, പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ഡ്രസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽബസഹുല്ലാഹു തൗബ മദില്ല, നിന്ദ്യതയുടെ വേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ധരിപ്പിക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. അതിൽ ഇന്നോനെയൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാരെയും ഉൾപ്പെടും. അതുകൊണ്ട് സുഹൃത്തിന് വേണ്ടിയിട്ട് മാത്രം ഡ്രസ് ഇടുക, അതൊക്കെ പറയുമ്പോൾ നമുക്കൊരു ന്യായം തരും. ഇന്നാൾ ചെയ്തു, ആ പ്രാസംഗികന്റെ
മകന്റെ കല്യാണം കഴിഞ്ഞപ്പോഴും അങ്ങനെയാണോ? അതൊന്നും നമുക്ക് ന്യായമല്ല. ഞാൻ എന്റെ വീട്ടിൽ ശ്രദ്ധിക്കാം, എന്റെ വീട്ടിലെ ഞാൻ ശ്രദ്ധിക്കാം. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശൈത്താൻ വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറ. മുബദ്ദിരീങ്ങളായിട്ടുള്ള ആളുകൾ, അത്യാർഭാടം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ ശൈത്താനിന്റെ അനുയായികളാണ്, അവന്റെ സഹോദരങ്ങളാണ്. വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറ. ശൈത്താൻ തന്റെ രക്ഷിതാവിന് നിഷേധം പ്രവർത്തിച്ചവനാണ്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അഅ്ലമുന്നാസി ബർക ഐസറുഹുന്ന മുഅ്ന. നന്നായി ശ്രദ്ധിച്ച് ചെലവാക്കുന്നവനാണ് മനുഷ്യരിൽ ഏറ്റവും നല്ല ബർക്കത്തുണ്ടാവുക. ശ്രദ്ധിച്ച് ചെലവാക്കുക. ഉണ്ട് എന്ന് വിചാരിച്ചാണ്ട് അത്യാർഭാടം ചെയ്യേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ലഫ്ളിൽ ഇങ്ങനെ കാണാം, പിന്നെ അഅ്ലമൻ നിക്കാഹി ബർക, ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന നിക്കാഹ് എന്നുള്ളത് ഐസറുഹു മുഅ്ന, ചെലവ് കുറഞ്ഞ രീതിയിൽ മാന്യമായ രൂപത്തിൽ നടക്കുന്ന വിവാഹമാണ്. അമിതവ്യയം വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരേപോലെ എതിർത്ത വിഷയമാണത്. ഒരു നേരത്തെ മരുന്നിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ കുടുംബത്തിൽ തന്നെയല്ലേ, നമ്മുടെ മഹലിൽ തന്നെയല്ലേ? ആ ചെലവഴിക്കുന്ന 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപയൊക്കെയാണ് ഓരോരുത്തർ ഇവന്റ് മാനേജ്മെന്റിന് കൊടുക്കുന്നത്. ഞാൻ അറിഞ്ഞാണ്ട് പറയാണ്, അല്ലാതെ വെറുതെ എന്റെ ഒരു ഊഹം പറയല്ല, ചോദിച്ചറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്. ആ 1 ലക്ഷം ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പടച്ചവന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അത് നമ്മളെ കാത്തിരിക്കുന്നത് വൻപിച്ച മലരൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വത കണക്കതിനെ ഖൈറാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് നമ്മുടെ കുടുംബത്തിനും പരലോകത്ത് രക്ഷപ്പെടാം. അങ്ങനെ ചിന്തിച്ചൂടെ നമുക്ക്? എത്ര മനുഷ്യന്മാർ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പാവപ്പെട്ടവർ നമ്മൾ കാണാത്തവരൊന്നല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആരോഗ്യവും അറിവും അതോടൊപ്പം തന്നെ ബുദ്ധിയും സമ്പാദ്യവും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ മാത്രമാകാൻ നമ്മൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും അല്ലാഹുവേ നീ എന്നെ എന്റെ കാര്യത്തിന് ഏൽപ്പിക്കല്ലേ എന്നാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. അല്ലാഹുവേ, കണ്ണിമ വെട്ടുന്ന നേരം പോലും എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കല്ലേ. അല്ലാഹു എന്താ പറഞ്ഞാലോ, ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ വലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലാഹു മുസ്രിഫുകളെ ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞാൽ എന്റെ കാര്യം നോക്കിക്കോ എന്ന് പറയുന്നു. അതാണ് അതിന്റെ അർത്ഥം. എന്റെ കാര്യം നോക്കിക്കോ, ഞാൻ പറഞ്ഞത് കേൾക്കണില്ലല്ലോ, അതുകൊണ്ട് എന്റെ കാര്യം നോക്കിക്കോ. എത്രയെത്ര വിവാഹങ്ങളാണ് ആർഭാടത്തോടു കൂടെ നടത്തിയത്. 1 മാസമോ അല്ലെങ്കിൽ 1.5 മാസമോ കഴിയുമ്പോൾ തിരിച്ചു പോകുന്നത്. അതല്ലാത്തത് ഇല്ല എന്നല്ല ഇതിന്റെ അർത്ഥം. പക്ഷേ ബർക്കത്ത് വേണം, ബർക്കത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ആ ബർക്കത്താണ് വിവാഹത്തിലൂടെ ഉണ്ടാകേണ്ടത്. കുടുംബത്തിലും വ്യക്തിയിലും ഒക്കെ ഉണ്ടാകേണ്ടത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അത് ഉണ്ടാകണമെങ്കിൽ അതിന്റെ മാർഗം നന്നാകണം. ആ മാർഗങ്ങളിൽ പലപ്പോഴും നമുക്ക് പോലും വീഴ്ച പറ്റാറുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു സൂചന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മുന്നറിയിപ്പ്, ഇങ്ങനെയുള്ള ഒരു സംസാരം പിന്നെ ബോധപൂർവം തന്നെയാണ് നടത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതം നയിക്കാനുമുള്ള സൗഭാഗ്യം നമുക്ക് നൽകുമാറാവട്ടെ.